ഹായ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്ന് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ ചേച്ചീൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം രാവിലെ 8 മണിക്ക് മുന്നേ ആയിരുന്നു മുഹൂർത്തം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പ് കത്തിക്കേണ്ട ഒരു ടൈം പറഞ്ഞിട്ടായിരുന്നു, 8 മണിക്കുള്ളിൽ കത്തിക്കണം എന്നായിരുന്നു. അങ്ങനെ രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിതാ വിളക്കടുപ്പ് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ച്, അങ്ങനെ നമ്മൾ നെയ്യുണ്ടല്ലോ, നെയ്യിൽ മുക്കിയിട്ട് ഒരു വെള്ള തുണി നമ്മുടെ മൂന്നാമത്തെ ആ അടുപ്പിൽ, അവിടെയാണ് ആദ്യം കത്തിക്കേണ്ടത്, അപ്പം അവിടേക്ക് വെച്ചു. അങ്ങനെ അത് കത്തി. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ അടുപ്പിലേക്ക് വിറകൊക്കെ വെച്ച് കർപ്പൂരം ഇട്ടിട്ട് കർപ്പൂരം കൊണ്ടാണ് കത്തിക്കുന്നത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് കത്തിക്കാനുള്ള അടുപ്പിൽ, അപ്പോൾ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. പിന്നെ ഇതാ കത്തി തുടങ്ങി. അങ്ങനെ കത്തിപ്പിടിച്ച് നല്ലോണം കത്തിയ ശേഷം നമ്മൾ പാലെടുത്ത് അടുപ്പിൽ വെച്ചു. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ, പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം അടുപ്പ് കത്തും, പ്ലസ് അതുപോലെ കുറച്ച് തീ കുറയും, അങ്ങനെയായിരുന്നു. ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പരിപാടിക്ക്. കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്, അച്ഛനും അവിടുത്തെ വലിയച്ഛനൊക്കെ. പിന്നെ ദേവൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിരിക്കുന്നുണ്ട്. ഇതാ കണ്ടോ, തീപ്പം നല്ല കത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ലീലാവിലാസങ്ങൾ. ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ കേട്ടോ, പരിസരം ഒന്നും നോക്കത്തില്ല. പിന്നെ ഇതാ ദേവൻ സുരേഷേൻ്റെ അടുത്തെത്തി, പ്രീതിയമ്മയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ പാലൊക്കെ തിളച്ച് തൂവി കേട്ടോ. അത്യാവശ്യം നല്ലോണം അടുപ്പ് കത്തി. അപ്പോൾ പെട്ടെന്ന് ലാസ്റ്റിലായപ്പോഴേക്കും പെട്ടെന്ന് കത്തി തിളച്ച് തൂവിയായിരുന്നു. പിന്നെന്താ, അത് തിളച്ച് തൂവി, പാലൊക്കെ എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ബൂസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ കുടിച്ചത്, ഞാനും അമ്മേട്ടോ. വെറും പാല് കുടിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബൂസ്റ്റ് ഇട്ടിട്ടങ്ങ് കുടിച്ചു. പിന്നെ പുറത്ത് വന്നപ്പം അവിടെ ഒരു മൈക്ക് സെറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മൈക്കൊക്കെ കണ്ടാൽ എല്ലാവർക്കും പാടാൻ തോന്നൂലേ? ഏത് പാടാൻ അറിയാത്തവർക്കും പാടാൻ തോന്നൂലേ? നിങ്ങൾ പറയൂ. അതുപോലെ എനിക്കും പാടാൻ തോന്നി. അപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സൂ എന്തൊക്കെയോ ഇടഞ്ഞാറാക്കുമ്പോൾ സൂവിനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് സൂവിനെ നോക്കി നോക്കി പാടുക. എനിക്ക് ചിരി വരുന്ന സമയത്ത് ഞാൻ സൂവിനെ നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്കുള്ള സെറ്റപ്പിൽ, സെറ്റപ്പിൽ എന്നല്ല, അടുക്കളയിലേക്കുള്ള പരിപാടിയിലേക്കാണ്. അതായത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാത്തവരുണ്ടാവുമല്ലോ, അപ്പം ബിരിയാണി കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ള കുക്കിങ്ങും അതുപോലെ പായസം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഫുഡ് റെഡി ആവുള്ളൂ. അങ്ങനെ വീണ്ടും ചേച്ചി പാൽ കുടിച്ചില്ല, അപ്പോൾ ഓൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേർക്ക് ആർക്കൊക്കെ ചായ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ചായ ഇടുകയാണ്. അപ്പോൾ എവിടെ വെച്ചിട്ടും ക്യാമറ നല്ല ഇതിൽ കിട്ടുന്നില്ല. അങ്ങനെ എന്തോ ഒന്നിൽ ചാരി വെച്ചു. എന്നിട്ട് ചേച്ചിനോട് ഞാൻ പൊടി മതിയോ എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ അളവിൽ പൊടി ഇടാൻ അറിയാം. അപ്പോൾ ചേച്ചിയുടെ അളവിൽ പൊടി കിട്ടാൻ വേണ്ടിയിട്ട്, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് ചോദിച്ചു. അങ്ങനെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചായയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ സ്കൂട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയി. അവിടെ നിന്ന് റോഡിന് മേളിലോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ JCB ഒക്കെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പുതിയ റിസോർട്ടിൻ്റെ പണി എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. എന്നാലും നമ്മളങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ പായസത്തിന് വേണ്ടിയുള്ള തേങ്ങ വീണ പരിപാടിയിലാണ് ഏട്ടനും അതുപോലെ എൻ്റെ സൂവും. അപ്പോൾ പായസം മറ്റേ ചെറുപയർ പരിപ്പും അരിപ്പായസവും കൂടിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പായസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പായസമാണ് പറയുക. ചെറുപയർ പരിപ്പ് അരി ഇട്ടാൽ കുഴപ്പമില്ല. ചെറുപയർ പരിപ്പ് പായസം എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയത് നല്ല അടിപൊളിയേനി, ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്താ എനിക്കറിയില്ല, അരി ഇട്ടിട്ടാണോ എന്തൊക്കെ അറിയില്ല. പിന്നെ ഈ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ഞാൻ കുടിച്ചു ഇഷ്ടമല്ലാത്ത ആ പായസം. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉണക്കാൻ വേണ്ടി ആദ്യം ഒരു പാറയിൽ പോയി. ആ പാറയിൽ ഉണക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പാറയിലോട്ട് പോയി, അവിടെ കൊണ്ടുപോയി ഉണക്കി. അപ്പം ചേച്ചി ഏട്ടനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏട്ടൻ ഗൾഫിൽ എന്ന് വെച്ചാൽ കറക്റ്റ് എവിടെയാണ് ഭഗവാനെ, കറക്റ്റ് എനിക്കറിയില്ല. അപ്പം എന്തായാലും അവിടെ നിന്ന് വിളിച്ചതാണ് ഏട്ടൻ. അപ്പം അവൾ സംസാരിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും റെഡിയാക്കുകയാണ്.
ദേവനിതാ കളിയാണ്. ദേവനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അലമ്പുമില്ല. ഇനി വിശക്കണമെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ കുട്ടി കരയുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് നടക്കലാണ് കൂമ്പാറയാണെങ്കിൽ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കഴിക്കണ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അയ്യോ, വിശന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള തുള്ളലേനി അത്. പിന്നെ ഞങ്ങളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് പോകണം, അത്രയേ ഉള്ളൂ.